2025 നീറ്റിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വെറുതെ ഒന്നുമല്ല, ഉറപ്പായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കും. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ നന്നായിട്ട് പഠിക്കും. ഐ ക്യാൻ, ഉറപ്പായിട്ട് ഞാൻ വാങ്ങിക്കും. ചേച്ചി എന്നാണ് കേൾക്ക 2025 നീറ്റ് അടിമുടി മാറ്റം. ഇത് ബ്രില്യൻ്റ് ഒരു വീഡിയോ ഇട്ടേക്കുന്നു. ആയറാണിയുടെ പക്ഷെ അത്ര നിസ്സാര വീഡിയോ ഒന്നുമല്ല. 1 മണിക്കൂർ കൊണ്ട് 10K വ്യൂ ആയിട്ടുണ്ട്. നീറ്റ് 2025 ഇന്ത്യയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. 3 മണിക്കൂർ 20 മിനിറ്റ് 3 മണിക്കൂറായി കുറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല 200 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് 180 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 20 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. എന്റെ നീറ്റ് ദേ ഇതുപോലെ ചിന്തിക്കുന്നവരാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നപ്പോൾ ചോയ്സ് ഉള്ളപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആകുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഡിഫിക്കൽട്ടി ലെവൽ കൂടുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ചോയ്സ് ഇടുന്നത്. അപ്പോൾ നേരത്തെ ഡിഫിക്കൽട്ടി ലെവൽ കൂടും എന്നുള്ള ക്വസ്റ്റ്യനുകൾക്കാണ് നമ്മൾ ചോയ്സ് തന്നത്. ഇപ്പോൾ നമുക്ക് ചോയ്സിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് 180 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരൂ. അത് ഡെഫിനറ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 3 മണിക്കൂർ 20 മിനിറ്റ്, നമുക്ക് 3 മണിക്കൂർ തന്നെ ധാരാളം. കാരണം 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ 1 മിനിറ്റിൽ കൂടുതൽ വേണ്ട. 20 മിനിറ്റ് കൂടുതൽ കിട്ടുമ്പോഴാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇൻഡെപ്തിലേക്ക് ആലോചിച്ച് തെറ്റ് വരുത്താനുള്ള സാധ്യത. കൃത്യമായ സമയമെടുത്ത് ചെയ്താൽ തെറ്റുകൾ കുറഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ. മാത്രമല്ല കൊറോണയ്ക്ക് മുൻപ് നമ്മളെല്ലാവരും ഇതേ പാറ്റേണിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തവരാണ്. 3 മണിക്കൂർ എടുത്ത് 180 ക്വസ്റ്റ്യൻ. കൊറോണ എന്ന പാൻഡമിക് വന്നപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി. കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ആ പാറ്റേൺ മാറപ്പെട്ടത്. ഇപ്പോൾ ദേ പാൻഡമിക് ഒക്കെ തിരിച്ചു പോയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സോ 180 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യം അപ്രോപ്രിയേറ്റ് ആണ്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബി പോസിറ്റീവ്. വന്നല്ലോ ഫ്യൂച്ചർ ഡോക്ടറിന്റെ അച്ഛൻ. അല്ല, നിനക്കൊന്ന് ബ്രില്യൻ്റ് മോഡൽ എക്സാം ഇല്ലായിരുന്നു? നീ എന്താ പോകാതെ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഞാൻ മോഡൽ എക്സാമിന് പോകണോ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണോ? അതൊന്നും എനിക്കറിയത്തില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് അതെത്രയാണെന്ന് വെച്ചാൽ വാങ്ങിക്കണം. അതാ എനിക്ക് പറയാനുള്ളൂ. ചൂടാണ്, ചൂടൊക്കെ ഉണ്ട്. വീർക്കണില്ലേ? അപ്പൊ അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കച്ച. ഞാൻ വെയിലത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് തളർന്നു പോയാൽ പിന്നെ ഞാൻ എങ്ങനെ പഠിക്കും? ശരിയാ. 3 മണിക്കൂറാണ് പരീക്ഷ, 30 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അപ്പൊ 3 മണിക്കൂർ 30 മിനിറ്റ്, പോക്കും വരവും എല്ലാം കൂടെ 4 മണിക്കൂർ. ഈ 4 മണിക്കൂർ കൊണ്ട് എനിക്ക് എന്തോരം പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയാവാ? പിന്നെ മാത്രമല്ല അച്ഛാ, ക്വസ്റ്റ്യൻ എങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ കണ്ടാൽ പിന്നെ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ദിവസവും പോയി കിട്ടും. ഇത്രയും സമയം കൊണ്ട് ഞാൻ ഇത് മുഴുവൻ പഠിച്ചു തീർക്കും. അച്ഛാ, ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഇതാ ചെയ്യണേ. കുറച്ച് കുട്ടികൾ മാത്രമേ പരീക്ഷ എഴുതാൻ പോകും. ബാക്കി എല്ലാവരും ഈ സമയം മുഴുവൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുക. അങ്ങനെ അവര് നല്ല മാർക്ക് വാങ്ങിക്കണേ. എന്നാ പിന്നെ മോള് ഇവിടെ ഇരുന്നു. വേറെ അതിന് നിനക്ക് പോയിട്ട് ഉള്ള പനിയോ വല്ലായൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ട, മോള് ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. ഞാൻ പഠിക്കാം. സഞ്ചിക്കാത്ത ചാച്ചാ. അയ്യേ തേങ്ങയാ. എന്നാ ഞാൻ പഠിക്കട്ടെ. ഒരു പാവം അച്ഛൻ. എന്ത് നന്നായിട്ടാണ് ആ മോള് അച്ഛനെ കൺവിൻസ് ചെയ്തത് അല്ലേ? നിങ്ങളെയും ഇതുപോലെ കുട്ടികളെ കൺവിൻസ് ചെയ്യുന്നുണ്ടാകാം. മാത്രവുമല്ല അവരും ചിന്തിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കിട്ടുന്ന 3 മണിക്കൂർ എങ്ങനെയാണ് നഷ്ടമാകുന്നത്? ഈ 3 മണിക്കൂറാണ് നിങ്ങളെ ശരിക്കും നിങ്ങളാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ പഠിച്ചത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അത് കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമോ അതിനനുസരിച്ച് റാങ്കിൽ നിങ്ങളുടെ ഓരോ റാങ്കും കൂടിക്കൊണ്ടിരിക്കും. മാത്രവുമല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങൾ ഡോക്ടർ പ്രൊഫഷൻ തിരഞ്ഞെടുത്തവരാണ്. ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കേണ്ട കാര്യവുമല്ല. സോ എന്ത് തന്നെ ആയാലും കൃത്യമായിട്ട് മോഡൽ എക്സാം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു കാര്യം, ഡിഫിക്കൽറ്റി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ പേടിച്ച് മാറിയിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ കണ്ട ഡിഫിക്കൽറ്റി ലെവൽ
ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിലല്ലാതെ ശരിക്കും നീറ്റ് പരീക്ഷയ്ക്കാണ് കാണുന്നതെങ്കിലോ നിങ്ങളുടെ 5 മാർക്കാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ കോൺസെപ്റ്റ് കൂടെ പഠിച്ച് തറവാക്കി 720 കിട്ടാനുള്ള മാർഗമാണ് ഓരോ മോഡൽ എക്സാമും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളെടുക്കുന്ന ഏറ്റവും മോശമായ തീരുമാനമാണത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻസ് എല്ലാം തന്നെ മെജോറിറ്റിയും ഹോസ്റ്റലിലാണുള്ളത് അല്ലേ? രക്ഷിതാക്കളെ പലതരത്തിൽ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കൺവിൻസ്ഡായി ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുന്നുണ്ടാകാം. പഠിക്കാൻ എന്ന് കരുതി നിങ്ങൾ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും, മോഡൽ എക്സാം എഴുതാതെ നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ദിവസവും പഠനം ഇല്ലാതാക്കുന്ന ദിവസങ്ങളാണ്. ഒരിക്കലും നിങ്ങൾക്ക് അതുവഴി ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. മറിച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നുപോയി, ഓരോ ചാപ്റ്ററുകളിലൂടെയും വീണ്ടും വീണ്ടും കടന്നുപോയി നിങ്ങളുടെ എററുകൾ പരിഹരിച്ച് ഡിഫിക്കൽറ്റി ലെവലുള്ള ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കി 720 നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. സോ നെവർ എവർ ഡോണ്ട് മിസ് ഈവൻ എ സിംഗിൾ എക്സാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.